പ്രചരണം അതിന്റെ അവസാന ലാപ്പിലാണ്. പരമാവധി ഓടിയെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സൺഡേ കിട്ടാനില്ല, ഒരു ഞായറാഴ്ച കിട്ടാനില്ല. ഫീൽഡിലൊക്കെ വളരെ സജീവമാണ് പ്രവർത്തനങ്ങൾ. മാത്രമല്ല ഈ കുടുംബ സംഗമങ്ങളൊക്കെ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള ആൾക്കൂട്ടമാണ് വരുന്നത്. എന്തായാലും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വേവ് UDF അനുകൂലമായിട്ട് ഉണ്ട് എന്നതിന്റെ ഒരു വ്യക്തമായ ബോധ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി പര്യടനമാണെങ്കിലും അതല്ല സ്ഥാനാർത്ഥി പര്യടനത്തിന് പോവുകയാണെങ്കിലും കുടുംബയോഗങ്ങളിലേക്ക് എത്തുകയാണെങ്കിലൊക്കെ ഒരു കാലത്തുമില്ലാത്ത ഒരു വലിയ വേവ് UDF അനുകൂലമായിട്ട് ഉണ്ട്. പരമാവധി ഇന്നത്തെ സൺഡേ ഉപയോഗപ്പെടുത്താനാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധിയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ കൂടിയായിരിക്കും. ഉച്ചയ്ക്ക് മുൻപുള്ള ഈ സമയം നിലമ്പൂർ മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥി പര്യടനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ കൂടി പോയിട്ടാണ് പ്രിയങ്ക ഇങ്ങോട്ട് വരുന്നത്. തീർച്ചയായും സ്വാഭാവികമായിട്ട് അത് തന്നെ ഒരു പ്രൈം ഇഷ്യൂ ആയിട്ട് അവസാന ദിവസത്തിലേക്ക് വരുമെന്നാണോ അതിലൂടെ കരുതുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണത്. കാരണം ആളുകളൊക്കെ പറയുന്നത് നമ്മൾ പോകുമ്പോഴേ നമ്മുടെ പ്രചരണ വണ്ടി തടുത്ത് നിർത്തി പറയാം. ഇന്നലെ എന്നോടൊരു താത്ത പറയുന്നത്, മനെ റോട്ടില് ആടിറങ്ങും പോലെ കാട്ടാൻ ഇറങ്ങുകയാണ്. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പൂച്ച വരും പോലെയാണ് പുലിയും കടുവയും വരുന്നതിനെക്കുറിച്ച് ഞങ്ങൾ പരാതി പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് പറയുന്നത്. ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയോര ഗ്രാമങ്ങളിലൊക്കെ ആളുകൾ സംസാരിക്കുന്നത്. മലയോര ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം അതുതന്നെയാണ്. അതിനൊരു മാത്രമല്ല, ആളുകൾക്കൊരു ബോധ്യമുണ്ട്. കഴിഞ്ഞ കാലത്ത് UDF ഭരണകാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നു എന്ന കൃത്യമായ ബോധ്യം ആളുകളിലുണ്ട്. അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ പറഞ്ഞ കേരളത്തിലെ 9 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുസ്ഥിതി, നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതബോധം, ഭൂരിപക്ഷം സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു ചരിത്ര വിജയം. എന്താണോ തൃക്കാക്കര സംഭവിച്ചത്, എന്താണോ പുതുപ്പള്ളി സംഭവിച്ചത്, എന്താണോ പാലക്കാട് സംഭവിച്ചത്, അത് നിലമ്പൂർ ആവർത്തിക്കും. 3 ദിവസമായിട്ട് മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യണം. അത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്തിരുന്നു. അപ്പൊ ഭൂരിപക്ഷം കൂടും. ഞങ്ങൾ ഏറ്റവും ഒടുവിൽ വിവാദത്തിൽ എത്തി നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേള എങ്ങനെയാണ് ആ വിഷയങ്ങളെ കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ആദ്യമായിട്ട് പെട്ടി പരിശോധിക്കുന്നത് എന്ന് പറയുന്നത് UDF. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ അപ്പുറത്ത് പരിശോധിക്കാം. ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ ഈ നാടകമൊക്കെ? എപ്പോഴും ഇടതുപക്ഷം CPM-ഉം എതിർക്കുന്നത് ഈ പറഞ്ഞ കേന്ദ്ര ഭരണകൂടം ചെയ്യുന്ന അവരുടെ ഭരണത്തെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ എതിർക്കുന്നു. കാരണം അവരുടെ CBI, അവരുടെ അല്ലെങ്കിൽ ED, ഇൻകം ടാക്സ് ഒക്കെ ഉപയോഗിച്ച്, അതുപോലെ പോലീസിനെ ഉപയോഗിച്ച് ചെയ്യാം. പോലീസിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുക, അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിക്കുക. എന്നിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസുകാരെ പീഡിപ്പിക്കാൻ പറ്റുമോ, കോൺഗ്രസുകാരെ മോശമാക്കാൻ പറ്റുമോ, അതിനുവേണ്ടി സർക്കാർ സംവിധാനം ഉപയോഗിക്കുക. ഇതൊക്കെ ജനങ്ങൾക്കറിയില്ലേ? ഇതൊക്കെ അവസാനം തോറ്റതിന്റെ തെളിവാണിത്. ഇടതുപക്ഷം നിലമ്പൂരിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. അവസാനവട്ടം കോൺഗ്രസുകാരെ എങ്ങനെയെങ്കിലും മോശമാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈ ഒരു അന്വേഷണവും ഈ പരതലും. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. മുഖ്യമന്ത്രി ഈ ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും സന്ദർശിച്ചോ? നമുക്കറിയേണ്ടത്, മുഖ്യമന്ത്രി കാണേണ്ടത്, ഇവിടെ ഇന്ന് 100-300 കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങൾ ആദിവാസി ഊരുകളിൽ കഴിയാണ്. അതേപോലെ തന്നെ
ഉള്ള ഇപ്പൊ കവളപ്പാറ ദുരന്തത്തിൽ ഉണ്ട്. കവളപ്പാറ ദുരന്തത്തിൽ പിന്നെ വീട് സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾ, കർഷകർ, അവർക്ക് ഇതുവരെ അതിന് യാതൊരു നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇവരൊക്കെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത്. അതേപോലെ തന്നെ കാട്ടുമൃഗശല്യത്താൽ അരക്ഷിത ബോധത്തിൽ കഴിയുന്ന ഈ നിലമ്പൂരിലെ സാധാരണക്കാർ, അതേപോലെ കർഷകർ, അവരെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത്. അവരെയൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ലല്ലോ. ഈ സ്റ്റാർ ക്യാമ്പയിനർമാരുടെ ഇടയിലേക്ക് അൻവർ 10 മന്ത്രിമാർ വരും ബംഗാളിൽ നിന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ക്രിക്കറ്റ് താരമായ യൂസുഫ് പത്താൻ എത്തുന്നുണ്ട്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ ആദ്യം എടുത്ത നിലപാട് നിങ്ങൾക്കറിയില്ലേ. അത് പല കാര്യങ്ങൾ പറയും. ഞാൻ അതിനൊക്കെ ഓരോ സമയത്ത് ഞാനതിന് മറുപടി പറയാൻ നിൽക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. അതങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു സാരാംശം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയും. ഫുട്ബോളിന്റെ മണ്ണിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് എത്രത്തോളം സ്പേസ് ഉണ്ടാവും, ഉൾക്കൊള്ളുവോ? ഇവിടെ സ്പേസിന്റെ പ്രശ്നമല്ലല്ലോ വാസ്തവത്തിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണ്. അതിനിടയിൽ കുറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. അതെല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുന്ന